ഹായ് ഫ്രണ്ട്സ്, അബീസ് വീക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ നമ്മുടെ UK-യിലുള്ള ഒരു മലയാളിക്ക് വെറും 3.5 പൗണ്ട് മുടക്കി ഏകദേശം 13 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമോ? 3.5 പൗണ്ടിൻ്റെ കോഫി കുടിച്ചിട്ട് 13 ലക്ഷം രൂപയുടെ പണി കിട്ടിയ പണി. അപ്പം ഇന്ന് അതാണ് ഞാൻ പറയാൻ പോണത്. അപ്പം ഇതിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് മൊത്തം കാണാൻ വേണ്ടി ചെയ്യണം കേട്ടോ. കാര്യം UK-യിൽ എല്ലാവരും തന്നെ കാർ റെൻറ്റിനെടുത്ത് നമ്മൾ ട്രിപ്പും കാര്യങ്ങളും പോകാറുണ്ട്. ക്യാരവാൻ എടുത്ത് എല്ലാവരും റെൻറ്റിന് പോകുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ആദ്യം എൻ്റെ ഫ്രണ്ടിന് എന്താ നടന്നതെന്ന് ഞാനൊന്നും പറയാം. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ടിന് എന്താ ഉണ്ടായെന്നുള്ള സംഭവം പറയാം. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ക്യാമ്പിങ്ങിന് പോയതാണ്. ക്യാമ്പിങ്ങിന് വന്നിട്ട് മൂപ്പര് രാവിലെ 3 മണിക്ക് വെയിൽസിൽ നിന്ന് കോവൻട്രി ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ച് അവൻ പോവുക. അപ്പോൾ പോണ വഴിക്ക് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി മേടിച്ചു. അപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ അവൻ ആ ലിഡ് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ 2 കൈയും കൊണ്ട് ഇങ്ങനെ തുറന്നപ്പം ചായ ചെറുതായിട്ട് തിളച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി സ്ലിപ്പായി ഒരു കണ്ടെയ്നറിൻ്റെ പുറകെ പോയി വണ്ടി ഇടിച്ചു. അതിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ നിങ്ങളീ കാണണം. ഇപ്പം ആ വണ്ടിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആണ്. അപ്പം അവൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം അവൻ വിളിച്ചിട്ട് പറഞ്ഞു, അബീസ് ബ്രോ ഇതുപോലെ 11 to 13 ലക്ഷം മിക്കവാറും കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം, അബീസ് ബ്രോ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോവാതെ എനിക്ക് ഓടിപ്പോയായിരുന്നു. കാര്യം അവനിവിടെ വന്നിട്ട് 4 വർഷമായി. അപ്പോൾ ആദ്യമൊക്കെ അവൻ UK-യിൽ കാർ എടുക്കുമ്പോൾ അവൻ പറഞ്ഞു, നമ്മൾ കാർ എടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ കാറിന് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇട്ടിട്ടാണ് നമുക്ക് കാറ് നമ്മുടെ കയ്യിൽ തന്നത്. പക്ഷേ നേരത്തെയൊക്കെ ഇവർക്ക് ഈ വണ്ടി തട്ടൂലോ എന്നൊക്കെയുള്ള ഒരു ചെറിയ പേടിയുണ്ടല്ലോ UK-യിൽ വന്ന സമയമല്ലേ. അപ്പോൾ അവർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കും. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് 25 പൗണ്ട് ആണെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്കൊരു 45 പൗണ്ട്, ഒരു 20 പൗണ്ട് കൂടുതൽ. അതിപ്പോൾ 4 പേരുണ്ടെങ്കിൽ 5 പൗണ്ട് ഇട്ട് നമുക്ക് തീരാവുന്നതുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ എടുക്കാൻ മറന്നു പോയെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നൊരു ഇൻഷുറൻസാണ് ഓൺലൈൻ റെൻ്റൽ ഇൻഷുറൻസ്. അതിൻ്റെ ലിങ്കും ഞാൻ ഇട്ട് തരാം. ഇതൊന്നും ഒരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു പോണതാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഈ താഴെ കൊടുത്തതിന് ലിങ്കിൽ നിന്ന് എടുത്താൽ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ ഈ തവണ ഇപ്പോൾ അവൻ വന്നിട്ട് 4 വർഷമായി. ഇതുവരെയായിട്ടും അവൻ വണ്ടി ഓടിച്ചിട്ട് വണ്ടി തട്ടിയിട്ടൊന്നുമില്ല, ദൈവം സഹായിച്ചിട്ട്. പക്ഷേ വണ്ടിയാണ് എപ്പോൾ വേണേലും തട്ടാനും മുട്ടാനുമുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. നമ്മളെല്ലാവരും റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പം ഈ തവണ അവൻ കോവൻട്രിയിൽ നിന്ന് ഒരു വെയിൽസ് ട്രിപ്പ് പോയപ്പോൾ അവനൊരു ബെൻസ് റെൻറ്റിനെടുത്തപ്പോൾ ഒരു 5 ഫ്രണ്ട്സ് കൂടി ഡിവൈഡ് ചെയ്തിട്ട് റെൻറ്റിനെടുത്ത് കഴിഞ്ഞപ്പോൾ നോർമൽ ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് 25 പൗണ്ടിന്. അന്നേരം അവനിങ്ങനെ ഓർത്തായിരുന്നു മറ്റേ തേർഡ് പാർട്ടി അല്ല ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. അപ്പോൾ അവൻ ഓർത്ത് ഇതുവരെയായിട്ട് വണ്ടി എടുത്തിട്ട് മുട്ടിയിട്ടൊന്നുമില്ലല്ലോ, എന്നാൽ വേണ്ടാന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് വിട്ടു. പക്ഷേ ഈ തവണ എന്തോ കഷ്ടകാലത്തിന് അവൻ്റെ വണ്ടി മുട്ടി. ഇപ്പോൾ ടോട്ടൽ ലോസായി. ഏകദേശം ആ വണ്ടിയുടെ റേറ്റ് അവന് കൊടുക്കേണ്ടി വന്നു. ഏകദേശം 13,000 പൗണ്ടാണ് കേട്ടോ അവന് കൊടുക്കേണ്ടി വന്നത്. അപ്പം ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും വണ്ടി എടുക്കും. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ലാഭം നോക്കും. ഇപ്പം ഇതിപ്പോൾ അവൻ്റെ കേസല്ല കേട്ടോ, പൊതുവെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി എടുക്കും. അപ്പോൾ വണ്ടി എടുക്കുമ്പം ആദ്യം വണ്ടി റെൻറ്റിന് എടുക്കുന്ന കാശ് ഇങ്ങനെ പറയും, പിന്നെ ഇൻഷുറൻസിന് ഇത്ര ഫ്യൂവൽ ഇത്ര. അപ്പം നമ്മുടെ ഇടയ്ക്ക് തന്നെ ചിലവർ സംസാരിക്കാറുണ്ട്, എന്തിനാണ് ഈ ബമ്പർ ടു ബമ്പറൊക്കെ എടുക്കണം, തേർഡ് പാർട്ടി തന്നെ മതിയില്ലേ, ഇതിപ്പോൾ കൂട്ടി വരുമ്പോൾ നമുക്ക് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകേണ്ട കാശായാലോ. ആ ഒരു രീതിയിലേക്ക് സംസാരം വരും. പക്ഷേ സംസാരം വരുമ്പം ഈ വണ്ടി എടുക്കണ ആൾ, ഇപ്പോൾ 5 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കൂടിപ്പോയ 1 2 പേർക്കായിരിക്കും UK ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത്. അപ്പോൾ UK ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരോടാട്ടോ ഞാനിത് ശരിക്കും എടുത്തു പറയണം. കാര്യം പല ടൈമിലും പല ഫ്രണ്ട്സും പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ ഒരു 2.5 വർഷം മുമ്പ് നോട്ടിംഗ്ഹാമിൽ നിന്ന് എന്നെ പോലീസ് പിടിച്ച കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ട് വന്നതാണ്. ഒരു 3.5 മൈലിൻ്റെ സമയത്ത് ഞാൻ 6 പേരെ ഇരുത്തിയൊന്ന് വണ്ടി ഓടിച്ചതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്നല്ല കേട്ടോ, എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു, എടാ 3.5 മൈലല്ലേ, ജസ്റ്റ് ഇരുന്ന് പോവാന്നുള്ള രീതിയിൽ പോയി. അന്ന് കഷ്ടകാലത്തിന് പോലീസ് പിടിച്ച് എന്തോ ഭാഗ്യത്തിനാണ് പോയിൻ്റ് വരാതെ വന്നത്. ഇപ്പം ചില ഫ്രണ്ട്സിന് ഇപ്പം ഞാനിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഒരിടയ്ക്ക്, എടാ 5 പേർക്കുടെ ക്യാരവാനാണെങ്കിൽ 5 പേരാട്ടോ പോവാമോളെന്ന് പറഞ്ഞു. പക്ഷേ വേറൊരാളോട് അഭിപ്രായം ചോദിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നളിയാ അവനങ്ങനെ പറയുള്ളൂ, അവൻ ചുമ്മാ ആളുകളെ പേടിപ്പിക്കണേന്ന് പറഞ്ഞു. കഷ്ടകാലത്തിന് 7 പേരായിട്ട് പോയി, പോലീസ് പിടിച്ചപ്പോൾ ആർക്കാ പണി കിട്ടിയത്? ആ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവനാണ്. സ്കോട്ട്ലാൻഡിൽ വെച്ചാൽ പിടിച്ചത്. ഇവൻ കേസ് നടത്താനായിട്ട് ഒരു 3 തവണ സ്കോട്ട്ലാൻഡിൽ പോയി. ഈ എല്ലാ ഫ്രണ്ട്സും ഒരുപോലെ ആവണമെന്നില്ല. ചിലവരൊക്കെ അതിൽ നിന്ന് നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറും. ലാസ്റ്റ് പിടിക്കുമ്പോൾ എന്താ, UK ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവനാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നെ.
അവൻ്റെ ഒരു 3 പോയിൻ്റ് പോകും. ഇനി അത് വെച്ച് ജീവിക്കണവനാണെങ്കിൽ നാളെ അവനൊരു ട്രക്ക് ഡ്രൈവറോ ബസ് ഡ്രൈവറോ ആവാൻ പോകുമ്പോൾ എല്ലാം ഇത് നിങ്ങൾ വണ്ടി എടുക്കണേനോ ഒന്നിനും പ്രശ്നമില്ല. നിങ്ങൾ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പോയി ചാടരുത് കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയാണ് എപ്പോൾ വേണമെങ്കിലും തട്ടാം. നമ്മളെന്നും റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നവർ. ഒരാൾ ഇങ്ങോട്ടും വന്ന് കയറാം, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും കയറി പോരും. ഇനി ഒന്നും വേണ്ട, നമ്മൾ വല്ല ഉറങ്ങി പോസ്റ്റിൽ പോയി കയറിയാലും ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും വർഷം വണ്ടി ഓടിച്ചിട്ട് തട്ടിയില്ല, അതുകൊണ്ട് ഇനി അത് വേണ്ട എന്ന് പറയരുത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനും ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആരെങ്കിലും ഓർക്കണ്ടോ ഒരു 3.5 പൗണ്ടിൻ്റെ ഒരു കോഫി കുടിച്ച് 13 ലക്ഷം പോണത്? ഇപ്പം അവൻ്റെ കേസിൽ അങ്ങനെ നടന്നു പോയി. എനിക്കും സത്യം പറഞ്ഞാൽ അവനെ വണ്ടി ഇടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടാ ഇന്ന പോലെ അവനെ വണ്ടി അവിടെ വെച്ച് തട്ടി, നീ ഒന്ന് പോകുമെന്ന് പറയുമ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പം എനിക്കും സങ്കടമായി. പക്ഷേ മൂപ്പര് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. UK-ൽ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ മേലിൽ ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ എന്താ പറയണ ഒരു ഇൻഷുറൻസ് എടുത്തിടുവാണെങ്കിൽ നല്ലതാണ്. കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ UK-ൽ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ ഈ ഇൻഷുറൻസിനൊക്കെ പറ്റി ഇത്രയും അറിവുണ്ടായത്. കാര്യം ഞങ്ങളുടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായതുകൊണ്ട് ആ വണ്ടി നന്നാക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് അവർ ഞങ്ങൾക്ക് അവിടെ റൂമിലേക്ക് എടുത്ത് തന്ന് പിറ്റത്തെ ദിവസം ഞങ്ങളുടെ വണ്ടിയും ഞങ്ങളും ആ ട്രക്കിൽ കയറിയാണ് തിരിച്ച് ഷെഫീൽഡ് വന്നത്. ഞങ്ങൾ ഓക്സ്ഫോർഡ് പോയപ്പോഴാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അപ്പോൾ ഇവൻ്റെ കേസിൽ വണ്ടി ഇടിച്ചപ്പോൾ തന്നെ റിക്കവറി എന്താ പറയണ റിക്കവറി വാൻ വന്നു. ഇവൻ്റെ വണ്ടി കെട്ടി വലിച്ചു. അന്നേരം അവനൊരു 350 പൗണ്ട് കണ്ട് കൊടുത്തു. പിന്നെ ഈ കേസിൽ അവൻ എന്തോ ഭാഗ്യത്തിന് ആർക്കടെയൊക്കെയോ അവൻ്റെയും അവൻ്റെ കുടുംബക്കാരുടെ ഭാഗ്യത്തിന് അവന് പോലീസ് കേസോ അങ്ങനെയുള്ള യാതൊന്നും വന്നില്ല. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയണം, ഇപ്പോൾ ഓണം, വിഷു ആ സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്മൾ ഈ മുണ്ടുടുത്തിട്ട് വണ്ടി ഓടിക്കൽ, പിന്നെ നമ്മൾ ചെരുപ്പിട്ടിട്ട്, എനിക്കുള്ളൊരു മിസ്റ്റേക്കാണ്, നാട്ടിൽ ഇതിൽ ചെരുപ്പിട്ട് വണ്ടി ഓടിക്കും. എങ്ങാനും നമ്മൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മുണ്ടാണ് ചെരുപ്പാണ് ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടൂല കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി റിസർച്ച് ചെയ്തില്ല. ഇന്ന് അവനിപ്പോൾ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അബീസ് ബ്രോ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. യു ആർ ഓൾവേസ് വെൽക്കം. കാര്യം ഇത് പെട്ടെന്ന് തന്നെ പറയണമെന്ന് തോന്നി ആ ചൂടാറുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഞാനങ്ങ് വീഡിയോ ചെയ്തെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡ്രൈവിംഗ് പാഷനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് കാര്യം ഞാൻ ഈ ടൂറൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 12 പേരൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 3 മൈൽ സ്ഥലത്താണ് എല്ലാവരും പറയണ കാര്യം, എടാ നിൻ്റെ വണ്ടിയിലാണ് 6 പേര് കയറ്, നിൻ്റെ വണ്ടിയിൽ 6 കയറ്, എന്നിട്ട് പുറകിലിരിക്കുന്നത് തല കുനിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പൊതുവെ പറയും, അത് വേണ്ട, റിസ്ക് അല്ലേ, ഒരു 10 അല്ലെങ്കിൽ 15 കൊണ്ട് ടാക്സി വിളിക്കാൻ. എന്നിട്ട് ഞാൻ ചുമ്മാ ഒരു പറയും, വേണമെങ്കിൽ ആ കാശ് ഞാൻ കൊടുത്തോളാം. അതെൻ്റെ കയ്യിൽ കാശ് കൂടുതലും ഉണ്ടായതുകൊണ്ടല്ല, എനിക്ക് നാളെ ഒരു ഊബർ ഓടാനും ടാക്സി ഓടാനൊക്കെ എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാനായിട്ട് സ്പോയിൽ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ പറയണം. അപ്പോൾ അത് പറയുമ്പം ഞാനവിടെ വലിയ സെറ്റപ്പോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാശ് കൂടിയോണ്ടല്ല കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ UK-ലുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.